മലബാർ കേന്ദ്രമാക്കി പി.വി. അൻവർ എം.എൽ.എ പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് ഞങ്ങൾ മുമ്പേ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ പി.വി. അൻവറിന്റെ പുതിയ പാർട്ടി യാഥാർത്ഥ്യമായിരിക്കും. പുതിയ പാർട്ടിയുടെ ആശയം മതേതരത്വമാണെന്ന് പി.വി. അൻവർ പറയുന്നു. ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാർ നയത്തിനെതിരെ പോരാടുമെന്ന് പി.വി. അൻവർ പറയുന്നു. അഴിമതിക്കെതിരായ പോരാട്ടം നടത്തുമെന്ന് അദ്ദേഹം പറയുന്നു. ചുരുക്കത്തിൽ കേരളത്തിന്റെ ഒരു കേജ്രിവാളാകാനാണ് പി.വി. അൻവറിന്റെ ശ്രമമെന്ന് തോന്നുന്നു. എന്തായാലും പി.വി. അൻവർ പാർട്ടി രൂപീകരിച്ചാൽ പി.വി. അൻവറിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ ഇപ്പോൾ യു.ഡി.എഫിലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് തയ്യാറായിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പി.വി. അൻവറുമായി ചേരില്ല എന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി വാക്കുകളൊക്കെ ഒന്ന് മയപ്പെടുത്തിയിരിക്കുന്നു. പുതിയ പാർട്ടിയുമായി വരട്ടെ, യു.ഡി.എഫിൽ ചർച്ച ചെയ്യാം, അതിന്റെ ആശയങ്ങൾ എന്താണെന്നറിയട്ടെ എന്നൊക്കെ അഴകുഴമ്പൻ നയം കുഞ്ഞാലിക്കുട്ടി പറയുന്നു. അതിനർത്ഥം യു.ഡി.എഫിലേക്ക് വാതിൽ തുറന്നിട്ടിരിക്കുന്നു പി.വി. അൻവറിന്റെ പാർട്ടിക്ക്. ആ പാർട്ടി യു.ഡി.എഫിന്റെ ഘടകകക്ഷിയായി മാറും. പി.വി. അൻവറിനെ യു.ഡി.എഫിന്റെ ഏഴകലെ തടുപ്പിക്കില്ലെന്ന് പറഞ്ഞത് എം.എം. ഹസനാണ്, നമ്മുടെ വാപോയ കോടാലിയായ എം.എം. ഹസൻ. പക്ഷേ എം.എം. ഹസന്റെ വാക്കുകൾക്ക് വലിയ വിലയൊന്നുമില്ല. പി.വി. അൻവറിനെ കിട്ടിക്കഴിഞ്ഞാൽ മലപ്പുറത്തെ പ്രധാനപ്പെട്ട ഇടതുപക്ഷ വോട്ടുകൾ യു.ഡി.എഫിലേക്ക് ചായും എന്ന ദീർഘവീക്ഷണം യു.ഡി.എഫിനുണ്ട്. മലപ്പുറത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് വൻപിച്ച കുതിച്ചുകയറ്റമാണ് നടത്തിയത്. പി.വി. അൻവറിന്റെ പിന്നിൽ ഏകദേശം 1 ലക്ഷത്തോളം അണികളുണ്ടെന്നാണ് യു.ഡി.എഫ് കണക്കുകൂട്ടുന്നത്. അദ്ദേഹം പറയുന്നു, താനൊന്ന് വിരൽ ഞൊടിച്ചാൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാനങ്ങളും എൽ.ഡി.എഫിന് നഷ്ടമാകും. അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പി.വി. അൻവർ പോരാട്ടത്തിനിറങ്ങുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു. പിന്നീട് പി.വി. അൻവർ ഇപ്പോൾ യു.ഡി.എഫിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. പി.വി. അൻവർ ബി.ജെ.പിയിലേക്ക് പോകുമോ എന്ന ചർച്ച പോലും കേരള സമൂഹത്തിൽ ഉയർന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രനടക്കമുള്ള നേതാക്കൾ പി.വി. അൻവറിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി ഇരുകൈയും നീട്ടി അബൂക്കയെ സ്വീകരിച്ചിരിക്കുന്നു, നിലമ്പൂരുകാരുടെ അബൂക്കയെ. വലിയൊരു രാഷ്ട്രീയ മാറ്റമാണ് കേരളത്തിൽ നടക്കുന്നത്. പി.വി. അൻവറിലൂടെ മലബാർ പിടിച്ചടക്കാനാണ് സി.പി.എം ശ്രമിച്ചത്. പക്ഷേ പി.വി. അൻവർ പുരയ്ക്കു മീതെ ചാഞ്ഞ മരമായി മാറി. സി.പി.എം അതിനെ വെട്ടിമാറ്റി. പി.വി. അൻവറിനെതിരെ രാഷ്ട്രീയ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ചു സി.പി.എം. അതുകൊണ്ടൊന്നും അൻവർ എന്ന പോരാളിയെ തകർക്കാനാവില്ല എന്ന് വ്യക്തം. അൻവർ എപ്പോഴും കമീസലായി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ഇടതുപക്ഷത്തോട് നിന്നപ്പോൾ അദ്ദേഹം ഇടതുപക്ഷത്തോട് അങ്ങേയറ്റം കൂറുകാട്ടി എന്നുള്ളത് ശ്രദ്ധേയമാണ്. പിണറായി വിജയനും പി.വി. അൻവറും തമ്മിലുള്ള ബന്ധമൊക്കെ ശ്രദ്ധേയമായി. എന്നാൽ എ.ഡി.ജി.പി അജിത് കുമാറിന്റെയും പി ശശിയുടെയും വിഷയത്തിൽ പി.വി. അൻവർ മുഖ്യമന്ത്രിയുമായി ഇടഞ്ഞ പി.വി. അൻവർ പുറത്തായ പി.വി. അൻവർ ആദ്യം പറഞ്ഞത് ഇടതു വലതു പക്ഷങ്ങൾക്കൊപ്പം നിൽക്കില്ലെന്നും സ്വതന്ത്രനായി നിൽക്കുമെന്നുമാണ്. പിന്നീട് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കാൻ ത്വരിത ശ്രമങ്ങൾ ആരംഭിച്ചു. നേരത്തെ മലബാറിൽ ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പി.വി. അൻവറിനോട് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ അനുഗ്രഹ ആശംസകളും ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോ നേരെ തിരിഞ്ഞുകൊത്തുന്നു. പി.വി. അൻവറിന്റെ പുതിയ പാർട്ടി യു.ഡി.എഫിന്റെ ഘടകകക്ഷിയാകും എന്ന സൂചന കുഞ്ഞാലിക്കുട്ടി നൽകിക്കഴിഞ്ഞു. യു.ഡി.എഫ് നേതാക്കളായ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയ്ക്കും സുധാകരനും ഒന്നും പി.വി. അൻവറിനോട് അയിത്തമൊന്നുമില്ല. അങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ കക്ഷി കൂടി രൂപം കൊള്ളുന്നു. അവർ യു.ഡി.എഫിന്റെ ഘടകകക്ഷിയായി മാറും.